ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. യെസ്, നിൽക്ക് ഞാൻ ചാടി കയറി എന്താണെന്ന് പറയുന്നതിന് മുന്നേ എന്നെക്കുറിച്ചൊരു രണ്ട് വാക്ക് പറഞ്ഞോട്ടെ. എൻ്റെ പേര് ജയ തോമസ്. ഞാനിപ്പോൾ ഉള്ളത് അമേരിക്കയിലെ പെൻസിൽവേനിയ സ്റ്റേറ്റിലെ ഫിലഡൽഫിയ എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്തായിട്ടാണ് കേട്ടോ. സാറിന് ഞാനിങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നും പറയാറില്ല. ആരാണ് ഞാൻ, എന്താണ് ഒന്നും പറയാതെ ഒറ്റപ്പോക്കാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഹസ്ബൻഡും ഈ കാണുന്ന എൻ്റെ കുട്ടിയായിട്ടാണ് ഇവിടെ താമസിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഇനി ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളിപ്പോൾ ഉള്ളത് ഒരു എയർപോർട്ടിലാണ്. ഒരു എയർപോർട്ട് എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിനടുത്തുള്ള എയർപോർട്ട് ഫിലഡൽഫിയ എയർപോർട്ട്. യെസ്, അപ്പോൾ ഫിലഡൽഫിയിൽ നിന്ന് ഞങ്ങളിങ്ങനെ ഫ്ലൈറ്റൊക്കെ കയറി ഞങ്ങൾ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ, ഞങ്ങൾ പോകുന്നത് ഡെൻവർ കൊളറാഡോ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് ഞങ്ങൾ പോകുന്നത്. എന്നിട്ട് അവിടെ നിന്നൊരു റെൻറ്റേ കാർ എടുത്ത് വയോമിങ് മാൻറ്റന കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എനിക്ക് അറിയത്തില്ല കേട്ടോ. MONTANA ഇതാണ് ആ സ്റ്റേറ്റിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് പ്രൊനൗൺസ് ചെയ്യാം. അങ്ങോട്ടാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വലിയ ആവേശത്തിൽ സ്റ്റാർട്ടിങ് വീഡിയോ ഒക്കെ ഇവിടുന്ന് അങ്ങോട്ട് ട്രാവൽ ചെയ്യുന്ന വരെയുള്ള വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാനായിട്ട് എനിക്കങ്ങ് മടിയായി കേട്ടോ. അങ്ങനെ ഞാൻ അവിടുത്തെ ഡെൻവറിൽ നിന്ന് ബാക്കിയുള്ള എല്ലാം കുട്ടി ഷോർട്സ് ആയിട്ടാണ് ഞാൻ എടുത്തത്. അത് നിങ്ങൾ കുറച്ച് പേരെങ്ങനെ കണ്ടു കാണുമായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി. ഇപ്പം ഒരാഴ്ചയായി വീട്ടിൽ തിരിച്ചെത്തിയിട്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത് എന്തായാലും കുറച്ച് ക്ലിപ്പിങ്സ്, ലൈക്ക് ഷോർട്ട് വീഡിയോസ് അല്ലാണ്ട് ഇങ്ങനെ ലെങ്തി വീഡിയോസിനുള്ള ക്ലിപ്പിങ്സ് ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങ് വെറുതെ ആണെങ്കിലും അങ്ങ് പോസ്റ്റ് ചെയ്തേക്കാം. ആരും കണ്ടില്ലെങ്കിലും എനിക്ക് തന്നെ കാണാമല്ലോ. ഇത് സ്ഥലം ഞാൻ പറയുന്ന കാര്യമാണ് കേട്ടോ. ആരും കണ്ടില്ലെങ്കിലും എനിക്ക് തന്നെ കാണാമല്ലോ എന്നുള്ളത് അതൊരു സത്യം കൂടിയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് ഞാൻ പറയണമല്ലോ. ഇപ്പം ഞങ്ങൾ വേണ്ട ഇവിടെ ഡെൻവർ കൊളറാഡോ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഡെൻവർ കൊളറാഡോ എയർപോർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നല്ല വൈബുള്ള എയർപോർട്ട്. ഒത്തിരി ആൾക്കാരും നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉള്ള പോലത്തെ നല്ല വൈബുള്ള എയർപോർട്ട്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒത്തിരി ആൾക്കാർ എനിക്ക് കാണുന്നതാണ് എനിക്കിഷ്ടം. സാറിന് ഇവിടുത്തെ ഫിലഡൽഫിയ എയർപോർട്ടിലൊന്നും ഇത്ര ഒരു വൈബില്ല. ഞാൻ എന്താ മീൻ ചെയ്യുന്നത് വെച്ചാൽ ഇത്ര ആൾക്കാരില്ലെന്ന് തന്നെ അർത്ഥം. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഒരു ഷട്ടിൽ ബസ് എടുത്തിട്ടാണ് ഞങ്ങളുടെ നെക്സ്റ്റ് യാത്ര തുടരുന്നത്. ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് എവിടോട്ടാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. ഞങ്ങൾ ഇനി പോകാൻ പോകുന്നത് റെൻ്റേ കാർ എടുക്കാനാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ട്രിപ്പ് മീൻസ് മാർച്ച് ഞങ്ങൾ ട്രിപ്പ് പോയായിരുന്നു. പിന്നെ ഇപ്പോൾ ആണ് ഞങ്ങളുടെ നെക്സ്റ്റ് ട്രിപ്പ്. ഈ രണ്ട് ട്രിപ്പിലും ഞങ്ങളുടെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ, അയ്യോ ഞാൻ ഇവിടെ നിർത്താം. ഇവരെന്തോക്കെ പറയുന്നുള്ളൂ, അതൊന്ന് കേട്ട് നോക്കിയാലോ. സോ വി ആർ ഇൻ ദ ബസ്. നമ്മളിനി കാർ റെൻ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. അല്ല, ഉച്ചു ആണ് കാർ റെൻ്റ് എടുക്കാൻ പോകുന്നത്, കാർ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഏത് കാർ സെലക്ട് ചെയ്യുന്നത്? നമുക്കൊരു മോചനമില്ല. രാത്രി ഇപ്പം 11:30 പകല് നല്ല ചൂടാണ്, പക്ഷെ ഇപ്പം രാത്രിയിൽ നല്ല തണുപ്പാണ്. സോ നമ്മൾ പകല് അവിടെ നല്ല ചൂടായത് കാരണം സമ്മർ ഡ്രസ്സൊക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നല്ല തണുത്ത് വരയ്ക്കാൻ തുടങ്ങി. ഞങ്ങളിനി ഒരു റെൻ്റേ കാറിൻ്റെ അടുത്തെത്തി. റെൻ്റേ കാറിൽ ഒരു കാർ പിക്ക് ചെയ്യട്ടോ. ഈ റെൻ്റേ കാറും സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ യാത്ര നല്ല കംഫർട്ടബിളാണ് കേട്ടോ. നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി കഴിയുമ്പോൾ ഒരു ഷട്ടിൽ കാണും, ഷട്ടിൽ കയറുക, ഷട്ടിൽ ബസ് കാണും, ഷട്ടിൽ കയറുക, എന്നിട്ട് ഇങ്ങനെ റെൻ്റേ കാറിൻ്റെ അടുത്തോട്ട് നമ്മളെ കൊണ്ടാക്കും. എന്നിട്ട് നമ്മൾ കാർ റെൻ്റ് എടുക്കുക. ഇത്തവണ കുച്ചു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് പോകുന്നത്. ഏതെങ്കിലും കുച്ചുവിന് ഇഷ്ടമുള്ള കാറൊക്കെ സെലക്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അവൻ്റെ പോക്ക്. പക്ഷേ അങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. അവർ തന്നെ ഒരു കാർ സെലക്ട് ചെയ്ത് നമുക്കിവിടെ വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഇതാണ് നമ്മുടെ കാറ്. അപ്പോൾ ഇത് കയറി അങ്ങ് പോവുക. എങ്കിലും പുതിയ കാറാകുമ്പം നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയ എക്സൈറ്റ്മെൻറ്റ് കാണുമല്ലോ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് എല്ലാം ഉണ്ടായിരുന്നു. യെസ്, ഇപ്പോൾ ഇവിടെ നല്ല രാത്രിയായി കേട്ടോ. ഏകദേശം 11:30 ആയായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. കൊച്ചു ഇങ്ങനെ ഉറക്കം തൂങ്ങി ഇങ്ങനെ ആണ് നിൽക്കുന്നത്. പക്ഷേ എങ്കിലും അവൻ എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കാറ്, ജീപ്പാണ് കേട്ടോ ഞങ്ങളുടെ കാറ്. അങ്ങനെ ഇതൊരു ടെക്സാസ് രജിസ്ട്രേഷനുള്ള കാറാണ്. ടെക്സാസ് രജിസ്ട്രേഷനോ ജീപ്പ്. ഡു യു ലൈക്ക് ദ ന്യൂ കാർ? ഇഷ്ടപ്പെട്ടോ വീണ? അങ്ങനെ കാറും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് 3 പേർക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ കുച്ചുവിനെ സെറ്റാക്കി ഇരുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്ത ഉദ്ദേശം. പിന്നെ ഇത്തവണത്തെ ട്രിപ്പിൽ കഴിഞ്ഞ തവണത്തെ ട്രിപ്പിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് ഞങ്ങൾ ചൈൽഡ് സീറ്റൊക്കെ ആയിട്ടാണ് വന്നത്, ബൂസ്റ്റർ സീറ്റ്. അല്ലെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ ഞങ്ങൾ ഞാൻ ഇവിടെ പറയുന്നുണ്ടല്ലോ, അത് കേൾക്കൂ. എവിടെയാണ് പോകുന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. ഞാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലെങ്തി വീഡിയോസൊന്നും ഞാൻ പിന്നെ എടുത്തില്ല കേട്ടോ. പിന്നെ കുറേ കുട്ടി ഷോർട്സ് ഒക്കെയാണ് എടുത്തത്. അതിലെ എല്ലാ ഷോർട്സും നിങ്ങളെല്ലാവരും കണ്ടു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ ബൈ ബൈ, യു ഓൾ ടേക്ക് കെയർ.